ഹായ് ഗായ്സ്, തുടരും ഒരു തരുൺ മൂർത്തി ചിത്രം. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഇസ് ബാക്ക്. ഈ പടം തുടങ്ങുന്നത് വളരെ ഒരു പതിഞ്ഞ താളത്തിലാണ്. ശോഭന, മോഹൻലാൽ, 2 കുട്ടികൾ, 2 പട്ടികൾ ചേർന്നുള്ള ഒരു കൊച്ചു കുടുംബം. ഒരു വളരെ പഴകിയ ഒരു അംബാസഡർ ഓടിച്ച് പുള്ളിയുടെ ജീവിതമാർഗം അതിലൂടെ സെറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് കാണിക്കുന്നത്. അതിനോട് ചേർന്ന് വീടിനോട് ചേർത്ത് തന്നെയുള്ളൊരു മില്ല് നടത്തുന്ന ശോഭനയും. വളരെ സിമ്പിൾ ആൻഡ് നൈസായിട്ടാണ് പടം മൂവ് ചെയ്യുന്നത്. ആ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ ഭിത്തിയിൽ ഒത്തിരി സ്റ്റാർസുമായിട്ടുള്ള പിക്ചേഴ്സ് തൂങ്ങി കിടക്കുന്നത് എന്താണ്, ഇദ്ദേഹം ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, അതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയും ആ ഇൻസിഡൻറ്റിൽ നിന്ന് പടം വേറെ ലെവലിലോട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ആ ഇൻസിഡൻറ്റിന് ശേഷം ഉള്ള പെർഫോമൻസ് ലാലേട്ടൻ്റെ നമുക്കുണ്ടല്ലോ, തരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ ലെവലിലേക്കാണ് പടം പോയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ബെസ്റ്റ് നാടൻ ത്രില്ലർ സിനിമ. ലാലേട്ടൻ്റെ ഈ പെർഫോമൻസൊക്കെ ഇത്രയും ടോപ്പായി നിൽക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പ്രകാശ് വർമ്മ. നിങ്ങൾക്കെല്ലാവർക്കും പ്രകാശ് വർമ്മ ആരാന്ന് അറിയുന്നുണ്ടാവും. അദ്ദേഹമാണ് സൂസു കാഡ്ബറിയുടെയൊക്കെ ആഡ്സ് ചെയ്തിട്ടുള്ളത്. വളരെ രസമായിട്ടാണ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. നമുക്ക് പുള്ളിയുടെ ഇൻട്രഡക്ഷൻ തന്നെ മനസ്സിലാക്കാം. ഈ മനുഷ്യൻ ഏത് ലെവലിലേക്ക് വേണമെങ്കിൽ വരെ പോകുന്നു. പുള്ളിയുടെ ഒരു സ്പൂക്കി സ്മൈലും ആ ലെവലിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമ മുൻവിധിയോടുകൂടി അല്ലാതെ നിങ്ങൾ പോയി തിയേറ്ററിൽ കാണാം. അല്ലാതെ ഈ ഡയറക്ടർ പറഞ്ഞതിന് മേളിൽ നമുക്കിതിനെക്കുറിച്ച് മനസ്സിലായി അത് പൊളിക്കാനായിട്ട് നമ്മളിരുന്ന സിനിമ കാണുക, അങ്ങനെയൊന്നും കാണണ്ട. നിങ്ങളല്ലാതെ ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ളൊരു ഇതിൽ പോയി കാണുക. ഒരു കാര്യം ഞാൻ പറയാം, യു വിൽ നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. ലാലേട്ടൻ ഈസ് ബാക്ക്. ഹാപ്പി വീക്കെൻഡ് ഗൈസ്.